ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈസൂർ സൂവിലാണ്. ഇത് കർണാടക സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സൈഡിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്നത് ഒരു മയിലിനെയാണ്. അപ്പോൾ ഇത് ആൺമയിലാണ്. അത് കുറേ പീലി ഉണ്ടായിരുന്നു, മയിൽപ്പീലി. ഏകദേശം അതിൻ്റെ ആ ഒരു ശരീരത്തിൽ തന്നെ ഒരു 200 അല്ലെങ്കിൽ 250 പീലി തന്നെ കാണും. അതായത് ആദ്യം ചെറിയ മയിൽപ്പീലി, പിന്നെ വലിയ മയിൽപ്പീലി, അങ്ങനെ അറ്റം. എന്നിട്ട് ആ അറ്റത്ത് ആ മയിൽപ്പീലിക്ക് വേറൊരു സ്ട്രക്ചറായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് നമ്മളെ കാണുമ്പം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മളെ കണ്ടുകൊണ്ട് അറിയില്ല. അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു ആ മയിലിനെ ഫസ്റ്റ് കണ്ടപ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ അടുത്തൂടെ ഒരു പെൺമയിൽ നടന്നു പോയി പോകുന്നുണ്ട്. ആ കൂട്ടിൽ ആകെ ടോട്ടൽ 3 മയിലുണ്ടായിരുന്നു. 2 പെൺമയിലും ഒരു ആൺമയിലും. ആ മയിലിൻ്റെ തലയിലും ഒരു പീലി പോലെ ഉണ്ട്. പിന്നെ നമ്മളൊരു തത്തയുടെ കൂടിൻ്റെ അടുത്തേക്ക് പോയി. ഇതെല്ലാം പക്ഷികളാണ്. ഇത് ലവ് ബേഡ്സിൻ്റെ ആ ഒരു ഏരിയ ആയിരുന്നു. കുറേ ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു. മഞ്ഞ കളർ, പച്ച കളർ, നീല, വെള്ളയും കൂടെ കലർന്ന കളറ്, പ്യുവർ വൈറ്റ്, അങ്ങനെ കുറേ ലവ് ബേഡ്സ്. ഏകദേശം ഒരു 1000 ലവ് ബേഡ്സ് കാണും എന്ന് വിശ്വസിക്കുന്നു ആ ഒരു കൂട്ടിനകത്ത്. ലവ് ബേഡ്സിൻ്റെ പല കളറിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അതെല്ലാം പറക്കുന്ന ആ ഒരു ഇത് വീഡിയോയിൽ കാണാൻ പറ്റും. അതിൻ്റെ തറയിൽ എന്തൊക്കെയോ അതിന് കഴിക്കാനുള്ള ഫുഡ് ഇട്ടിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്തത് ഒരു കൊക്കിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇതാണ് ആ കൊക്ക്. പിന്നെ ഇത് ഏതോ ഒരു കാട്ടുകോഴിയോ അങ്ങനെ കണ്ടൊരു സാധനമാണ്, അറിയില്ല എന്താണെന്ന്. പിന്നെ ഇതൊരു താറാവാണ്, താറാവ് പോലത്തെ എന്തോ ഒരിത്. അതവിടെ തറയെ കുഴിച്ച് എന്തോ അതിനകത്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണിരയാണെന്ന് തോന്നുന്നു. 2 താറാവ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഇത് അവിടുത്തെ ആ വണ്ടിയൊക്കെ പോകുന്ന ഒരു റോഡ്. ഇത് വേറൊരു കൊക്ക്, അത് മേളിരിപ്പുണ്ട്. ഇതൊരു വെള്ള കളറിലെ മയിലായിരുന്നു. അത് കിടക്കുവാണ്, അത് എണ്ണിറ്റ് നിന്നില്ല. അത് ആൺമയിലായിരുന്നു. പിന്നെ വേറൊരു വെള്ള കളറിലെ തത്തയുടെ അടുത്തേക്കാണ് നമ്മൾ എത്തിയത്. അതിൻ്റെ കൂട്, അതിൻ്റെ അകത്ത് തത്ത ഇരിപ്പുണ്ട്, ആ ഒരു ചെറിയ കൂട്ടിൻ്റെ അകത്ത്. ഇത് പല കളറുള്ളതായിരുന്നു ആ തത്തയ്ക്ക്. ഒരു ചുണ്ടിൽ ചുവപ്പ്, കഴുത്തിൽ നീല, അതിൻ്റെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് കളറ്, പിന്നെ പച്ച, അതിലുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറുള്ള പാരറ്റായിരുന്നു അത്. കുറച്ച് കിളികൾ അവിടെ ഊഞ്ഞാലിലിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഇതൊരിക്കലും താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇത് ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു. താഴെയാണ് അവരുടെ ഫുഡ് വെച്ചേക്കുന്നത്. ഇത് പിന്നെ ഒരു കമ്പിനകത്ത് 2 കിളികൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിപ്പുണ്ടായിരുന്നു. ഇതും തത്ത പോലത്തെ ഒരു കിളിയായിരുന്നു, പക്ഷെ അതിൻ്റെ ദേഹത്ത് അധികം രോമങ്ങളില്ല. ഇതൊരു വെള്ള കളറിലെ തത്ത. അവിടെ 4 ബേഡുണ്ടായിരുന്നു ആ ഒരു കൂട്ടിൽ തന്നെ. നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. അത് സംസാരിക്കുന്ന തത്തയായിരുന്നു. അത് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ ചെന്നപ്പം. എന്തൊക്കെയോ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ ഒരു തത്ത വേറെ തത്തയ്ക്ക് ഫുഡ് കൊടുക്കുവാണ്. പിന്നെ ഇത് പ്യുവർ വൈറ്റ് കളറിലൊരു തത്ത. ഒരെണ്ണേ ഉള്ളായിരുന്നു ആ കൂട്ടിൽ. പിന്നെ ഇത് വേറെ 2 എണ്ണം. ആ ഒരു ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നൊരു കുറേ സ്ഥലം, കുറേ തത്തകൾ മാത്രമാണ്, ബേഡ്സ് മാത്രമാണ്. ഇത് അതിൻ്റെ ദേഹത്ത് കുറച്ച് രോമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ആ തത്തകളുടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രായമായതുകൊണ്ടായിരിക്കാം രോമങ്ങൾ പൊഴിഞ്ഞു പോയതറിയില്ല. ആ തത്തയും ഏകദേശം സംസാരിക്കുന്ന ആ ഒരു
ഇത് വിഭാഗത്തിലുള്ള തത്തയാണ്. ഇതും ഒരു തത്തയാണെന്ന് പറയാൻ പറ്റില്ല, വേറെ ഏതൊരു ബേഡാണത്. പിന്നെ നമ്മൾ കുരങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുഖം കാണാൻ പറ്റും. രണ്ട് കുരങ്ങുണ്ടായിരുന്നു ആ ഒരു കൂട്ടിൻ്റെ അകത്ത്. പിന്നെ ഇത് അതിൻ്റെ ആ ഒരു ഏരിയയാണ്. അതിൻ്റെ അകത്തൊരു ബോഗൻവില്ല ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചൈൽഡ് കെയർ റൂം, പിന്നെ അവിടെയാണ് നമ്മളിന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം. ഈ ഒരു വണ്ടിയിലാണ് എല്ലാവരും അതിനകത്ത് ആ സൂ ഫുള്ള് കാണുന്നത്, നടക്കാൻ പറ്റാത്തവർ. ഇനി നമ്മൾ ആ ഒരു പുലിയുടെ ആ ഒരു കൂടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതാണ് ആ പുലിയെ ഇട്ടേക്കുന്ന ആ ഒരു കൂടിൻ്റെ ആ ഒരു ഏരിയ. ഇതിൻ്റെ അകത്തുണ്ട് പുലി. കണ്ടോ അവിടെ കിടക്കുന്നുണ്ടോ, ഒരു വാല് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആ അപ്പുറത്തെ കൂട്ടിൻ്റെ അകത്തുമുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഓരോ ചീറ്റയുടെയും അങ്ങനെ ടൈഗറിൻ്റെയും അതിൻ്റെ കാലിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്കതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ആ ഒരു ഇത് കിടന്നുറങ്ങുന്നത് പുലി. പിന്നെ നമ്മൾ പോയത് സിംഹത്തിൻ്റെ കൂട്ടിൻ്റെ അടുത്തേക്കായിരുന്നു. ഇതിൽ ഒരു സൈഡിലായിട്ട് സിംഹം കിടപ്പുണ്ട്. ആ കിടക്കുന്നതാണ് സിംഹം. അത് സിംഹമല്ല, അത് കടുവയാണെന്ന് തോന്നുന്നു, സോറി. ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. ഞങ്ങളൊരു വെള്ളിയാഴ്ചയാണ് പോയത്. ഇതാണ് ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയൊരു കൂടാരം പോലൊരു സംഭവമുണ്ട്. അത് ഈ സിംഹത്തിനൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് ആയിരിക്കും, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സിംഹം, അതാണ് നമ്മൾ നോക്കുന്നത്, കാണാൻ പറ്റുന്നില്ല. ആ മരം കൊള്ളാം, ഒരു വലിയൊരു മരമായിരുന്നു. കണ്ടോ, അതാണ് ആൺസിംഹം കിടക്കുന്നുണ്ടോ. പുള്ളി അപ്പുറത്ത് ആ ഒരു കൂട്ടിൽ പെൺസിംഹം കിടപ്പുണ്ട്, അതിനെ നോക്കിക്കൊണ്ട് കിടക്കുവാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ അതിൽ കിടക്കുന്നതാണ്, പാർക്കല്ലേ കിടക്കുന്നതാണ് പെൺസിംഹം. വാല് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പ്രായമായെന്ന് തോന്നുന്നു ഏകദേശം, നല്ല വയസ്സായി. അവിടുത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഏകദേശം നല്ല പ്രായമായി. അവിടെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഏരിയയാണത്. ഇനി നമ്മൾ അതിൻ്റെ പേരെനിക്കറിയില്ല, ഏതോ ഒരു ജീവി, 2 എണ്ണം ഉണ്ടായിരുന്നു. എന്തോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ ചെറിയ പഴങ്ങളോ എന്തൊക്കെയോ. പിന്നെ കുരങ്ങൻ്റെ കൂട്, അത് വേറൊരു ടൈപ്പ് കുരങ്ങൻ. മൊത്തം അതിലൊരു 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ആ കുരങ്ങന്മാരിൽ. പിന്നെ നമ്മൾ നേരെ കുരങ്ങന്മാരുടെ ഏരിയയിലേക്ക് കയറുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ കുരങ്ങൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഫുള്ള് മങ്കീസ് ആണ്. അവിടെ ഉള്ള ആ കുരങ്ങൻ്റെയൊക്കെ ഫോട്ടോയാണ് ഇതവിടെ വെച്ചിരുന്നത്. ഇതിൻ്റെ അകത്തൊരു വലിയ കുരങ്ങ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതുണ്ടോ, ഒരെണ്ണം അവിടെ മേളിയിരിപ്പുണ്ടായിരുന്നു. ഇനി അവിടെ കിടക്കുന്നത് കണ്ടോ, ആ പാറയുടെ മേളിൽ ഒരു കറുത്തൊരു ശരീരം, അതൊരു കുരങ്ങിൻ്റെയാണ്.
ഇങ്ങനെ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. കുരങ്ങൻ്റെ ആ ഒരു ഫോട്ടോയുടെ താഴെ നമ്മുടെ തല വെച്ചിട്ട്. ഞങ്ങൾ നേരെ നടന്നു. അവിടെ ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നു, പക്ഷേ ഇരുന്നില്ല. ഇവിടെ കുറേ മരങ്ങളുണ്ട്, അതിൻ്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത കുരങ്ങനെ ലക്ഷ്യമാക്കി നടന്നു, പക്ഷേ കുരങ്ങനെ കാണുന്നില്ല. ഓക്കെ, അതിൽ 2 കുരങ്ങന്മാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തോ റെഡ് കളറായിരുന്നു ആ കുരങ്ങൻ്റെ. ഇപ്പോൾ ആ ഒരു കുരങ്ങിരിക്കുന്നുണ്ടോ ഒരു മരത്തിൻ്റെ അടുത്ത്, ആ ഒരു കുരങ്ങ് അവിടെ കിടക്കുന്നു. ആ കിടക്കുന്ന കുരങ്ങിപ്പം ഇങ്ങോട്ട് ഇനിയിട്ട് നടന്ന് നമ്മുടെ ക്യാമറ അടുത്തേക്ക് വരും. അത് കൈ എന്തോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയ കുരങ്ങ് വരുന്നുണ്ടോ, അത് ഭീകരമായ ഒരു കുരങ്ങായിരുന്നു, കണ്ടാൽ പേടിയാവും. അതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് റെഡ് കളറാണ്. തലയുടെ ആ ഒരു ഭാഗം ഒരു സിംഹത്തിൻ്റെ ആ ഒരു ജട പോലത്തെ ഒരു ഇതുമായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത കുരങ്ങനെ ലക്ഷ്യമാക്കി പോയി. അപ്പോൾ അതാണ് താഴെ ഇരിക്കുന്നൊരു സാധനം കണ്ട, അതൊരു കുരങ്ങനാണ്. പിന്നെ ഇതെല്ലാം അതിൻ്റെ ആ ഒരു ഫുള്ള് അത് നടക്കുന്ന സ്ഥലങ്ങളാണ്. അത് പക്ഷേ അത് കമ്പിയൊക്കെ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനിരിക്കാനുള്ള ഊഞ്ഞാൽ, അങ്ങനെയുള്ള ഐറ്റംസ്. ഇത് വേറെ ഒരു ടൈപ്പ് കുരങ്ങനാണത്. എല്ലാം ഏകദേശം പ്രായമാവാറായി. അതിൻ്റെ അകത്തും ഒരു കുരങ്ങൻ കിടന്നുറങ്ങുകയാണ്. ഇത് പിന്നെ സാധാ നാട്ടിലൊക്കെ കാണുന്ന കുരങ്ങൻ മരത്തിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്. ഇതവരുടെ ഒരു കൂടായിരുന്നു, പക്ഷെ അതൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ലവ് പോലത്തെ ഒരു സിമ്പിളുള്ള ഒരു സാധനമുണ്ട്. അത് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാം അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. കുറേ മരങ്ങളുണ്ട്, അതായത് കുറച്ച് നമുക്കൊരു ശുദ്ധവായു കിട്ടും ആ ഒരു ഏരിയയിൽ. പിന്നെ കുറേ പച്ചപ്പ്. ഞങ്ങൾ പോയ ദിവസം കുറേ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് എന്തോ വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ബോഗൺവില്ല റെഡ് കളർ, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു റെഡ് കളറിൽ വേറെ ഏതോ ഒരു ചെടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു സീബ്രയുടെ അടുത്തേക്ക് പോയി. ഒരു 4-5 സീബ്ര ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ദേഹത്തെ ആ ഒരു വര കണ്ട. സത്യത്തിൽ ഞാൻ സീബ്ര ഇപ്പോഴാണ് കുറച്ച് അടുത്ത് കാണുന്നത്. ഇത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അടുത്ത കുതിരയെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ എല്ലാം ഓല കൊണ്ട് മേഞ്ഞ കൂടാരങ്ങളാണ് പൊതുവെ കൂടുതലും കാണുന്നത് സൂവിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് കുറേ കരടിയായിരുന്നു. ഒരു 2-3 കരടി ഉണ്ടായിരുന്നു, കുഞ്ഞിതായിരുന്നു. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഏകദേശം നമ്മൾ ഈ സൂ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തു. പിന്നെ ചെറിയൊരു വാട്ടറിൻ്റെ ഒരു സ്പ്രേ പോലത്തെ ഒരു സംഭവം കണ്ടു. പിന്നെ അത് കുറുക്കൻ ടൈപ്പ് ഒരു സാധനമായിരുന്നു. അതിനകത്തൊരു 4 എണ്ണം ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടിൻ്റെ അകത്ത്. അവർ തമ്മിൽ എന്തോ കടി കൂടുക എങ്ങാണ്ടായിരുന്നു. പിന്നെ ഇതുപോലൊരു പാറ കൊണ്ടടിക്കൊരു സാധനം കണ്ടു. പിന്നെ വാട്ടറിൻ്റെ ഒരു സ്പ്രേയുടെ ഒരു ഇത് കണ്ടു. അതൊന്നുമില്ല, അത് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ വെച്ചേക്കുന്നു.
പിന്നെ ഞങ്ങൾ അടുത്ത ആ ഒരു മാൻ്റെ അടുത്തേക്കാണ് പോയത്. അതിൽ ഇഷ്ടംപോലെ മാനുണ്ടായിരുന്നു, ഏകദേശം ഒരു 10-30 എണ്ണം അത്രയും കൗണ്ട് മാനുണ്ടായിരുന്നു. അതിന് കൊമ്പും ഉണ്ടായിരുന്നു ആ മാന്. പിന്നെ അടുത്ത വെറൈറ്റി അതിൻ്റെ മാൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതായത് വലിയ മാൻ, അതിൻ്റെ കുഞ്ഞുങ്ങൾ, അതെല്ലാം കൂടെ ആ ഒരു കൂട്ടിനകത്താണ് കിടക്കുന്നത്. പക്ഷെ പരസ്പരം അതെല്ലാം എന്തോ അടി ഓടുവാണെന്ന് തോന്നുന്നു, എല്ലാം കൂടെ ഓടുവാണ്. ആ ഒരു ഏരിയ ഫുള്ള് അവർ ആ മാൻ്റെ പല വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ ഇവിടെ കാണാൻ പറ്റിയത്. വാട്ടർഫാൾ, ഇത് വേറെ ഒരു ടൈപ്പ് മാൻ. അത് കുറേ ഉണ്ടായിരുന്നു, ഒരു 10-100 എണ്ണം കാണുമായിരിക്കും ആ ഒരു മാൻ്റെ ഒരു ഇത്. നമ്മൾ സാധാരണ കാട്ടിലേക്ക് കാണുന്ന പുള്ളിമാനുണ്ടല്ലോ, ആ ടൈപ്പ്. ഇതിനകത്തൊരു വലിയൊരു മരവും ഉണ്ടായിരുന്നു. അതെന്താ കഴിക്കുകയെന്ന് അറിയത്തില്ല, അതിന് ഫുഡൊന്നും അവിടെ കണ്ടില്ല. ഫുഡ് കൊടുക്കാനൊരു പ്രത്യേക സമയം കാണും. ഇതാ മാൻ്റെ ആ ഒരു ഏരിയ ആണത് ഫുള്ള്. പിന്നെ ഞങ്ങൾ അടുത്ത മാൻ്റെ അടുത്തേക്ക് പോയി. അത് വേറൊരു ടൈപ്പ് മാൻ. അതിൻ്റെ തലയിലെ കൊമ്പിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. അത് വലിയ കൊമ്പുള്ള മാൻ. ആ കൊമ്പിനും പല ശിഖരങ്ങൾ പോലെ ഒരിതുണ്ടായിരുന്നു. കണ്ടാ, അത് നല്ല റെഡ് കളറിലെ മാൻ. രാമായണത്തിലെ സ്വർണ്ണമാനുണ്ടല്ലോ, അതേപോലെ. ഇത് അതിലേക്ക് പോകുന്ന റോഡ് സൈഡാണ്, റോഡിലേക്ക് പോകുന്ന ആ ഒരു, അതായത് നമ്മുടെ ഫുള്ള് റോഡ് എൻ്റെ ഇടയ്ക്കുണ്ട് ആ ഒരു സൂവിൻ്റെ. പിന്നെ ഇതും മാനാണ്, കണ്ട. ചില മാൻ കിടന്നുറങ്ങുന്നു, ചിലത് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ മാൻ്റെ കൂടിൻ്റെ അകത്ത് കുറച്ച് പ്രാവ്, കാക്ക, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. അതിന് കഴിക്കാനുള്ള പുല്ലാണ് അവർ അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് വന്ന് കഴിച്ചോളും. അപ്പോൾ ആ സൂവിൽ ഫുള്ള് മരങ്ങളായതുകൊണ്ടുള്ള ഒരു തണുപ്പുണ്ടായിരുന്നു. ആ ഒരു 10-11 മണി ആണെങ്കിലും അതിൻ്റെ അകം ഫുള്ള് തണുപ്പായിരുന്നു. നമ്മൾ ചൂട് അങ്ങനെ അറിഞ്ഞില്ല. ഇതൊരു കുളമാണ്, അതിൻ്റെ അകത്തുള്ള കുളം. അവിടെ ഒരു പാറ പോലൊരു സാധനമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു കാട്ടുപോത്ത് പോലത്തെ ഒരു ഐറ്റമാണത്. 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ആന നമ്മുടെ അടുത്തേക്കൊക്കെ വന്ന് അലറി. ഇല്ല, മറ്റേ ജയറാമിൻ്റെ ഒരു സിനിമയിലെ ലക്ഷ്മിക്കുട്ടി ഉണ്ടല്ലോ, ഏകദേശം അതുപോലത്തെ ആനകളായിരുന്നു. എല്ലാം പെണ്ണാനയായിരുന്നു, ആണാനയൊന്നും ഇല്ലായിരുന്നു. കൊമ്പുള്ള ആനയൊന്നും കണ്ടില്ല. നമ്മുടെ അടുത്തേക്ക് വരികയാണത്. എല്ലാം ഏകദേശം ഒരേ സൈസുള്ള ആനയായിരുന്നു. കുറേ പേര് അതെൻ്റെ വീഡിയോ എടുക്കുന്നു. അവരെടുത്ത വീഡിയോ ഞാനും എടുത്തു. ഇത് കാട്ടുപോത്ത്. പിന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് നടക്കുകയാണ്. ഇതും ഒരു പോത്തിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഈ ഓല മേഞ്ഞ കുറേ കൂടാരങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പം റെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ കയറിയിരിക്കാം. മരത്തിനൊക്കെ അവരൊരു കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ചുവപ്പ്, വെള്ള, പിന്നെയും ചുവപ്പ്. അതെന്തിനാണെന്നറിയില്ല. പിന്നെ നമ്മൾ ആ ഒരു സൈഡിലുള്ള ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. നമുക്ക് എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയില്ല. നമ്മൾ ചുമ്മാ നടക്കുകയാണ്. നടക്കുമ്പോൾ കാണുന്നത് വീഡിയോ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ 2 റോഡുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അതിൻ്റെ ആദ്യം കടന്ന റോഡിൽ കൂടെ കയറി ആ ഒരു കുതിര പോലത്തെ ഒരു സംഭവം. അതെന്താണെന്നറിയില്ല. പക്ഷെ കുതിരയാണോ എന്ന് ചോദിച്ചാൽ കുതിരയല്ല, മാനെ പോലെ ഇരിക്കും. പക്ഷെ കുതിരയുടെ ആ ഒരു ബോഡിയാണ് ആ ഒരു അതിനുള്ളത്, മൃഗത്തിനുള്ളത്. പിന്നെ കുറച്ച് കാട് പോലത്തെ ഒരു ഏരിയ.
അതിന് സൈഡിലായിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരു ചെയർ പോലെ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ലേക്കിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ലേക്ക് കയറണമെങ്കിൽ നമ്മൾ സൂവിലേക്ക് കയറുമ്പോൾ ഒരു പാസ് എടുക്കുമല്ലോ, അപ്പോഴേ പാസ് എടുക്കണം. അല്ലാതെ നമുക്കറിയില്ല ഇങ്ങനെ ഒരു ലേക്ക് ഇതിനകത്തുണ്ടെന്ന്. പക്ഷേ ഈ ലേക്ക് സൂപ്പർ ലേക്കാണ്. ഞങ്ങൾ പക്ഷേ പാസ് എടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ നമ്മൾ ഈ മുള്ളംപന്നിയെ കണ്ടു. ഒരു 3 മുള്ളംപന്നി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ വേറെ ഏതോ ഒരു ജീവി. പിന്നെ നമ്മൾ വീണ്ടും കുരങ്ങിൻ്റെ ആ ഒരു കൂടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കുരങ്ങാണുള്ളത്. പിന്നെ നമ്മൾ ഏകദേശം ഇറങ്ങാറായി. ആ ഒരു സൂവിൻ്റെ അറ്റത്തെത്തി. നമ്മൾ ജിറാഫിനെ കണ്ടു. ആ ഒരു ഏരിയ ജിറാഫ് ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ അടുത്ത ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്, ജിറാഫിൻ്റെയൊക്കെ അടുത്തേക്ക്. ഒരു കണക്കിന് ഓട്ടോയിൽ പോകുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് നമുക്ക് അതിനകത്ത് ഇരുന്ന് തന്നെ എല്ലാം കാണാൻ പറ്റും. ഇത് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ, അതിൻ്റെ ആ ഒരു ഗാർഡനകത്തുള്ള ഷോപ്പാണ്. അതായത് ഈ മറ്റേ തൊപ്പി, ബാഗ്, പിള്ളേരുടെ കളിപ്പാട്ടം, പാവകൾ, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പാവകളിൽ തന്നെ പല വെറൈറ്റി, നമ്മൾ ഈ തടിക്കകത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പാവകളായിരുന്നു. കണ്ടോ പാവയൊക്കെ കണ്ടോ? മറ്റേ നമ്മൾ ഒരു പട്ടാള സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ പാവകൾ, തല ഇങ്ങനെ ആട്ടുന്ന പാവകൾ. കൊള്ളായിരുന്നു. മറ്റേ വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു രൂപങ്ങളായിരുന്നു എല്ലാം. ആ ഒരു പാവ ആ ഒരു എന്താണ് കളിപ്പാട്ടമായിരുന്നു അവിടെ ആ ഒരു ഏരിയയിലുള്ളത്. വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വാങ്ങിച്ചില്ല. ആന ഉണ്ടായിരുന്നു പല കളറിലെ, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ പല കളറിലെ. അതൊരാനയ്ക്ക് ഏകദേശം 150-200 വിലയായിരുന്നു. പിന്നെ ഗണപതി, സിംഹം, അങ്ങനെയുള്ള തടിയിൽ കൊത്തിയ ഒരു രൂപങ്ങൾ കണ്ടു. ഒരു ഹനുമാനെ കണ്ടു. പക്ഷെ ഹനുമാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ ആന, ഈ ഹനുമാൻ, സിംഹം, ഗണപതി അങ്ങനെയുള്ള രൂപങ്ങളായിരുന്നു ആ ഏരിയയിലുണ്ടായിരുന്നത്. പിന്നെ മറ്റേ ആ ഒരു മാല ടൈപ്പ്, പിന്നെ പാവ. ഏകദേശം എത്ര 100 രൂപയും കണ്ടായിരുന്നു ഈ പാവയ്ക്ക് ഒരെണ്ണത്തിന്. വിലക്കുറവായിരുന്നു അവിടെ. ഇത് ഗവൺമെൻറ്റിൻ്റെ ആണ്, അതുകൊണ്ടാണ് വിലക്കുറവ്. പിന്നെ വണ്ടിക്കകത്തുള്ള ആ ഒരു കീ ചെയിൻ. നമ്മൾ ആ നേരത്തെ കണ്ട പാവകളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വ്യൂ ആണിത്. അത്യാവശ്യം പല വെറൈറ്റീസുള്ള പാവകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള പാവകളായിരുന്നു അത്. ഇത് പിന്നെ മറ്റേ കാറ്റടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. ആട്ടക്കാരനുണ്ടായിരുന്നു. ഈ പാവയുടെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ പാവ. പിന്നെ ബാഗ്, പല കളറിലുള്ള ബാഗ് ഉണ്ടായിരുന്നു, കൊച്ചു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ. ഇതിന് ഏകദേശം റേറ്റ് 1000 രൂപയായിരുന്നു, മറ്റേ ആ ഒരു സൗണ്ട് കേൾക്കുന്ന ഒരു ഇതിന്. ഞാൻ പിന്നെ വെറുതെ അതിട്ട് തട്ടുവാണ്, സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ നോക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി. പിന്നെ കൃഷ്ണനെ കണ്ടോ? കൃഷ്ണൻ, പിന്നെ എണ്ണ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, ചെണ്ട കൊട്ടുന്ന ഒരാൾ, നിൽക്കുന്ന കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇത് നിൽക്കുന്ന കൃഷ്ണൻ, ഉടക്കുള്ള കൃഷ്ണൻ. തടിയാണ് സംഭവം, അധികം വെയിറ്റും ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്കത്. പിന്നെ പെയിൻറ്റിങ്ങും കൊള്ളാം, വേറെ ഒരു വെറൈറ്റി കളർ പെയിൻറ്റിങ്ങാണ്. ഒരു വീട്, പിന്നെ ശിവൻ്റെ ആ ഒരു ശിവലിംഗം, പിന്നെ ചെണ്ട കൊട്ടുന്ന ആൾ, പിന്നെ ആഭരണപ്പെട്ടി. ആ ആഭരണപ്പെട്ടിക്ക് ഏകദേശം ഒരു 300 രൂപ റേറ്റാണ്. ഇത് പാത്രങ്ങൾ, പിന്നെ വിഷറി,
പാത്രങ്ങളൊക്കെ ഒരു ചൈന സ്റ്റൈൽ പാത്രങ്ങളായിരുന്നു. തടിയായിരുന്നു അത്, തടിക്കകത്ത് പെയിൻ്റ് അടിച്ചതാണ്. ആ പെട്ടി ഏകദേശം ഒരു 300 രൂപയായിരുന്നു തോന്നുന്നു ഇതിന്. നമ്മളവിടെ നിന്ന് ഒരു പെട്ടി വാങ്ങിച്ചു. ആ പെട്ടിക്കകത്ത് ആനയുടെ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു ഒരു പെട്ടിക്കകത്ത്. പിന്നെ ചിലതൊക്കെ അത്യാവശ്യം നമുക്കൊരു 100 രൂപ 200 രൂപയ്ക്ക് വാങ്ങിക്കാം. ഇത് പിന്നെ നമ്മൾ ഫുഡ് ഇപ്പോൾ ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന ഒരു പാത്രം അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 1000 രൂപയായിരുന്നു അതിന് വില. ഇതും മറ്റേ ആഭരണപ്പെട്ടി, നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നില്ലേ, അതേപോലത്തെ ആഭരണപ്പെട്ടി. പിന്നില്ല മറ്റേ നമ്മൾ ഇടിക്കുന്ന സാധനം. പിന്നെ ബുദ്ധൻ്റെ കുറേ പ്രതിമകൾ, ഗണപതി വെള്ള കളറിലുണ്ടായിരുന്നു, ചുവപ്പുണ്ടായിരുന്നു. കൂടുതലും ഗണപതിയുടെ ആ ഒരു പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. ഗണപതിയുടെ നമ്മുടെ അതിൻ്റെ ഫേസ് തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ളത്. പിന്നെ ആ ശിവൻ്റെ ആ ഒരു ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, പിന്നെ ആന, പശു, പിന്നെ ബുദ്ധപ്രതിമകൾ, പിന്നെ ഒരു പട്ടിക്കുട്ടി, അങ്ങനെ കുറേ ആ ഒരു ഏരിയ മൊത്തം അങ്ങനെ ആയിരുന്നു. പിന്നെ ഇതിൽ ബുദ്ധൻ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ ഗ്ലാസ് ഐറ്റംസിൻ്റെ ഒരു ഏരിയയിലേക്കായിരുന്നു നമ്മൾ പോയത്. കണ്ടത് തലയാട്ടുന്ന പട്ടി, പൂച്ച, പിന്നെ കൃഷ്ണൻ്റെ കുറേ വിഗ്രഹങ്ങൾ, ബുദ്ധൻ, ആന. ആ ആനയ്ക്ക് റേറ്റ് 2500 ആയിരുന്നു. പിന്നെ ഇത് കുറേ മറ്റേ ആട്ടക്കാരൻ, മറ്റേ ഭിത്തിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറിൻ്റെ ഒരു കളക്ഷൻ ഏരിയയിലേക്കായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനൊരു കടയിൽ കയറിയിട്ടൊന്നും വാങ്ങിക്കാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ കുൽഫി വാങ്ങിക്കാനാണ് പോയത്. കുൽഫി ഒരെണ്ണം 50 രൂപയായിരുന്നു കുൽഫിക്ക്, വലിയ സ്റ്റിക്കായിരുന്നു. പിന്നെ ഇതവിടെ കാണുന്ന ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു രൂപങ്ങളാണ്, അവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഐസ്ക്രീം കഴിക്കുന്നത് മിക്കവാറുള്ളവരെല്ലാം അവിടെ പോയിരുന്നാണ് ഐസ്ക്രീം കഴിക്കുന്നത്. വലിയൊരു സർക്കിൾ പോലത്തെ ഒരു ഇതായിരുന്നു. കുൽഫി ഏകദേശം ഒരു 15 അല്ല 20 സെൻറ്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു. ഇത് കാണ്ടാമൃഗം. ഇത് എന്താണെന്നറിയില്ല എനിക്ക്. അത് മരത്തിൻ്റെ പാർക്കലിൻ്റെ മേളിൽ നീങ്ങി നിൽക്കുമായിരുന്നു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇനി അടുത്ത് നമ്മൾ പാമ്പിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയി. അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് പാമ്പുണ്ടായിരുന്നു, വലിയത്. ഇതെല്ലാം ആ ഒരു പാമ്പിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. കണ്ടോ, ഒരു പാമ്പ് ആ സൈഡിൽ ചുറ്റിക്കിടക്കുന്നത് കണ്ടോ. പിന്നെ വാലിലറ്റത്ത് എന്തോ മുറിവുണ്ടായിരുന്നു. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് 2 എണ്ണം. അധികം ക്ലിയറായിട്ട് കിട്ടിയില്ല വീഡിയോ. കുറേ സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് നടന്ന് കാല് കഴിച്ചു. ഇത് മുതല കണ്ടോ, വാ തുറന്ന് കിടക്കുന്നത്. എന്തിനാണ് വാ തുറന്ന് കിടക്കുന്നതെന്ന് അറിയില്ല. നീ ശ്വസിക്കാനാണോ അതോ വേറെ ജീവികളെ തിന്നാൻ വേണ്ടിയിട്ട് വാ തുറന്ന് കിടക്കുന്നതാണോ എന്നറിയില്ല. പിന്നെ കൊക്ക്. ഈ കൊക്കിനെയൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 10 വർഷം മുന്നേ പോയപ്പോഴും കണ്ട കൊക്ക് തന്നെയാണ്. കണ്ടോ, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കറുത്ത ഒരു അരയന്നം പോലത്തെ ഒരു സാധനം. അതൊരു 1-2 എണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത്, ആ ഒരു കുളം പോലെ ഇട്ടേക്കതിനകത്ത്. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ജിറാഫിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ജിറാഫ് ഏകദേശം ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു, 5-6 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ കഴുത്ത് കണ്ടോ, അതെങ്ങനെ താഴെ കിടക്കുന്ന പുല്ല് ഇങ്ങനെ ഇത്രയും കുരിഞ്ഞ് കഴിക്കുമെന്നറിയില്ല. ആ ഒരു ജിറാഫായിരുന്നു അതിൽ ഏറ്റവും വലുതായിട്ടുള്ളത്.
അതിൻ്റെ ദേഹത്തെ ആ ഒരു വര കണ്ടോ, കറുപ്പ് കളറ്, അതിൻ്റെ അകത്ത് മഞ്ഞ വരയാണ്. അത് ആൺ ജിറാഫായിരുന്നു. ആൺ ജിറാഫിനാണ് ഏറ്റവും കൂടുതൽ കഴുത്തിന് നീളമുള്ളത്. നമ്മൾ കഴിഞ്ഞു, സൂവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എൻഡിലാണ് മറ്റേ ജിറാഫിൻ്റെ ആ ഒരു ഇതുള്ളത്. പിന്നെ ഇത് മൈസൂർ പാലസാണ്, പാലസിൻ്റെ ഫ്രണ്ടാണ്, അതിൻ്റെ അവിടുത്തെ ആ ഒരു ഏരിയയിലെ ഇതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ നമ്മൾ ഈ കടയിൽ കയറി ബിരിയാണി കഴിച്ചു. അതിനുശേഷം എൻ്റെ വെറ്റ പോലത്തെ ഒരു സാധനം മധുരം വെച്ചിട്ടുള്ളത് അത് കഴിച്ചു. അത് ഭയങ്കര മധുരമായിരുന്നു. അതിനകത്ത് എന്തൊക്കെയോ ഒരു മധുരത്തിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയതും. അത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ പകുതി മുറിച്ചിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടെ നിന്ന് അടുത്തത് ഞങ്ങൾ ടിപ്പു സുൽത്താനിൻ്റെ കോട്ടയിലേക്കാണ് പോയത്, പാലസിലേക്ക്. ഇത് നമ്മുടെ കഴിച്ച ഒരു വെറ്റയ്ക്കകത്ത് വെച്ച സാധനമാണിത്. ഞങ്ങളതിനകത്ത് മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.